All right. So DSAന്റെ ആദ്യത്തെ ആൽഗോരിതം സ്ലൈഡിംഗ് വിൻഡോ. സ്ലൈഡിംഗ് വിൻഡോ ഡേറ്റ സ്ട്രക്ചേഴ്സിന്റെ ആൽഗോരിതത്തിലത്തെ ഫേമസ് ആയ ആൽഗോരിതമാണ്. ആൻഡ് അതിലത്തെ ഒരു കോമൺ ആയ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലോങ്സ്റ്റ് സബ്സ്ട്രിങ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ്. സോ ഇൻപുട്ട് ഒരു സ്ട്രിങ് തരും. ഇതിൽ ABC CBB ആണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് 3. എങ്ങനെ 3 വന്നു? ബിക്കോസ് ഓക്കെ, അത് ഇതന്നെയാണ് ആ സ്ട്രിങ്ങും ABC ആൻഡ് CBB. ഇത് ഒരു കംപ്ലീറ്റ് സ്ട്രിങ് ആണല്ലോ. ഇതാണ് ഇൻപുട്ട് സ്ട്രിങ്. ഇതിലത്തെ അപ്പൊ സബ് സ്ട്രിങ് പറഞ്ഞ എന്താണ്? സബ് സ്ട്രിങ് പറഞ്ഞ ആ വാക്കിൽ തന്നെ മനസ്സിലായി. ഇപ്പോൾ AB ഒരു സബ് സ്ട്രിങ് ആണ്, ABC സബ് സ്ട്രിങ്, ABCA അങ്ങനെ പോരും. ആൻഡ് ഓൾസോ CB BCA അങ്ങനെ. അപ്പോൾ ഇതിന്റെ ലൈക്ക് ഈ ഒരു ഹോൾ സ്ട്രിങ്ങിന്റെ ഓരോരോ ചെറിയ ചെറിയ കോമ്പണൻസ് ആണ് സബ് സ്ട്രിങ്സ്. ആൻഡ് CB ഒരു സബ് സ്ട്രിങ് അല്ല, C ആൻഡ് B സബ് സ്ട്രിങ് അല്ല, കണ്ടിന്യൂസ് തന്നെ ആവണം. ലൈക്ക് ഇതൊരു സബ് സ്ട്രിങ് ആണ് ആൻഡ് ഇതൊരു സബ് സ്ട്രിങ് ആണ് അങ്ങനെ. ബട്ട് ഇത് ഒരു സബ് സ്ട്രിങ് അല്ല. മനസ്സിലായില്ലേ? ഓക്കെ, സോ സബ് സ്ട്രിങ് എന്താ മനസ്സിലായി. ഇനി അവര് ചോദിച്ചിരിക്കുന്നത് ലോങ്സ്റ്റ് സബ് സ്ട്രിങ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ്. സോ ഇത് ലോങ്സ്റ്റ് സബ് സ്ട്രിങ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് ആണോ? ABCA അല്ല. എന്താ വെച്ചാ ഇവിടെ ഒരു A ഉണ്ട്, ഇവിടെ ഒരു A ഉണ്ട്. സോ ഇത് ലോങ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് അല്ല, ബട്ട് ABC ആണ്. ബിക്കോസ് ഇതിലിപ്പോ റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സും ഇല്ല. സോ ഇതിന്റെ ആൻസർ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 3 ആണ്. ബിക്കോസ് ഇതിപ്പോ ABC ആകാം, അല്ലെങ്കിൽ BCA ആകാം, ഓറൽസ് CAB ആകാം. അതും വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ്. വേറെ ഏതെങ്കിലും ഉണ്ടോ? BCC പറ്റില്ല, CCB പറ്റില്ല, ആൻഡ് ഇതും പറ്റില്ല, അതും പറ്റില്ല. സോ ഓക്കെ, 1 സെക്കൻഡ്. ഇത് 3 പറ്റുള്ളൂ. അത് ഏതെങ്കിലും ഒന്ന് മതി. 3 ആണ് ആൻസർ. ഇതിന്റെ ലെങ്ത് ആണ് കേട്ടോ 3. ഓക്കെ, അതന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഗിവൺ എ സ്ട്രിങ്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് സബ് സ്ട്രിങ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ്. ഈ ഇതില് ഇത് എക്സാമ്പിൾ ആൻഡ് ഔട്ട്പുട്ട് 3. സബ് സ്ട്രിങ് ഏതാണ്? ABC. അപ്പൊ ഇതിലിപ്പോ പ്രിന്റ് ചെയ്യേണ്ടത് നമുക്ക് ലെങ്ത് ഓഫ് ദ ഈ സബ് സ്ട്രിങ് ആണ്. നോ, ഇതെങ്ങനെ ചെയ്യും? ഓക്കെ, സോ എങ്ങനെ ചെയ്യും? സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴി, ഇപ്പോൾ ഈസി ആയിട്ട് ലോജിക്ക് ക്ലിക്ക് ആവണ എന്താ വെച്ചാൽ നമുക്ക് എല്ലാ സബ്സ്ട്രിങ്ങും കണ്ടുപിടിക്കാം. എല്ലാ സബ്സ്ട്രിങ്ങും കണ്ടുപിടിച്ചിട്ട് അതിലത്തെ ഏതാണോ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് ആൻഡ് മാക്സിമം ലെങ്ത്, അതാവില്ല ആൻസർ. സോ ഫോർ എക്സാമ്പിൾ A എന്ന് തുടങ്ങാം. AB ABC, പിന്നെ ABCA ആണ് വരിക. വിച്ച് അപ്പോ റിപ്പീറ്റിംഗ് ക്യാരക്ടർ വന്നു, സോ അത് ഉണ്ടാവില്ല. ഇനി BCA, അതേപോലെ പിന്നെന്താ CA CAB, പിന്നെ ഓക്കെ, ഇങ്ങനെ വന്നു. അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ വന്നു. ഇതില് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ദാറ്റ് മാക്സിമം ലെങ്ത്, ലൈക്ക് മാക്സ് ലെങ്ത് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുക. ആദ്യം തന്നെ ഇത് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുക. ആൻഡ് A1, ആദ്യത്തെ സബ്സ്ട്രിങ്ങിന്റെ ലെങ്ത് 1 ആണ്. സോ ഇത് മാറിയിട്ട് 1 ആവും. പിന്നെ ഇതെന്തായി? ഇത് 2 ആയി. ഓക്കെ, സോ ഇത് 1-നെക്കാട്ടും ഗ്രേറ്റർ ആണ് 2. സോ ഇത് 2 ആയി. ആൻഡ് ഇത് 3 ആയിട്ട് മാറി. മാക്സിമം ലെങ്ത് അപ്പോൾ 3 ആയി. ബട്ട് ഇങ്ങോട്ട് വന്നു, ഇതില് ലെങ്ത് 1 ആണ് ബിന്റെ. ബി മാത്രമാകുമ്പോൾ ലെങ്ത് 1 ആകുമ്പോൾ
പക്ഷെ അത് മാക്സ് ലെങ്തിനെക്കാട്ടും കുറവാണ്. സോ 3 റിമൈൻസ് ദ സെയിം. ഇത് 2 ആയി. അത് സ്റ്റിൽ കണ്ടീഷൻ മീറ്റ് ചെയ്യില്ല. 3 ആയി. അത് സ്റ്റിൽ മീറ്റ് ചെയ്തില്ല ബിക്കോസ് 3നെക്കാട്ടും ഗ്രേറ്റർ അല്ല 3. അങ്ങനെ ഈ ഇത് ത്രൂവും ഐട്രേറ്റ് ചെയ്യും. സി എ ബി ത്രൂ ഐട്രേറ്റ് ചെയ്യും. എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ 3. മാക്സ് ലെങ്ത് ഇസ് ഈക്വൽ ടു 3. ഇതൊരു അപ്രോച്ചാണ് വേർ എല്ലാ സബ്സ്ട്രിങ്സും കണ്ടുപിടിക്കുക. ഫസ്റ്റ് കാര്യം, സബ്സ്ട്രിങ്സ് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ മാക്സ് ലെങ്ത് സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. 0 1 2 3 ആയ ശേഷം പിന്നെ വേറെ ഇപ്പോൾ സബ്സ്ട്രിങ് കണ്ടുപിടിച്ചാലും 3 തന്നെയാണ് മാക്സിമം. ബട്ട് എന്നാലും നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ പറ്റുള്ളൂ. ഓക്കെ, സോ മനസ്സിലായി തോന്നുന്നു. സബ്സ്ട്രിങ്സ് എല്ലാം കണ്ടുപിടിച്ച മാക്സ് ലെങ്ത് എല്ലാ ഹൈഡ്രേഷനിലും ചെക്ക് ചെയ്യും. ഇതേ സംഭവം കോഡ് ലാംഗ്വേജിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് റോങ് വേ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു തന്ന സംഭവം റോങ് വേ ആണ്. ഇത് ഇമീഡിയറ്റ് ലോജിക് ആണ് എല്ലാ സബ്സ്ട്രിങ്സും കണ്ടുപിടിക്കല്. ബട്ട് റോങ് വേ ആണ്. അതെങ്ങനെ പറയാം, എന്തുകൊണ്ടാണെന്ന് പറയാം. ഓക്കെ, സോ ഒരു സ്ട്രിങ് ഉണ്ട്. അതേ സ്ട്രിങ് ആണ് ABC, മാക്സ് ലെങ്ത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു. മാക്സ് ലെങ്ത് ഈക്വൽ ടു 0. പിന്നെ 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോ ഈ ഫോർ ലൂപ്പ് ഇതിപ്പോ വായിച്ച് നീ മനസ്സിലാക്കണം. ബട്ട് ഈ ഫോർ ലൂപ്പ് 2 യൂസ് ചെയ്യണത് ഓരോ സബ്സ്ട്രിങ്സ് കണ്ടുപിടിക്കാനാണ്. നമ്മളിവിടെ കണ്ടുപിടിച്ച പോലെ ആ ഓരോ സബ്സ്ട്രിങ് കണ്ടുപിടിക്കാനുള്ള ഇതില് ലൈക്ക് ഈ സംഭവം ഈ മാക്സ് ലെങ്ത് ഈക്വൽ ടു ഇതില്ലേ, ഇതാണ് ഈ ഒരു സ്റ്റെപ്പ്. വേർ ലൈക്ക് ഇപ്പോഴത്തെ ലെങ്തിനെക്കാട്ടും ഗ്രേറ്റർ ആണോ പുതിയ സ്ട്രിങ്ങിന്റെ ലെങ്ത്, പുതിയ ചെക്ക് ചെയ്യാൻ സ്ട്രിങ്ങിന്റെ ലെങ്ത്. അതാണ് ഈ ലൈൻ ഓഫ് കോഡ്. അപ്പൊ അങ്ങനെ നമ്മൾ മാക്സ് ലെങ്ത് സെറ്റ് ചെയ്യണം ഓരോ സബ്സ്ട്രിങ് നമ്മൾ കണ്ടുപിടിച്ച ശേഷം. പിന്നെ ലാസ്റ്റ് മാക്സ് ലെങ്ത് സെറ്റ് ചെയ്യണം. ഇതിപ്പോ ഇത്ര അറിഞ്ഞാൽ മതി, കോഡ് വായിച്ചിട്ട് മനസ്സിലാക്കണം. ഓക്കെ, സോ ഇതിന്റെ പ്രശ്നം എന്താ പറയാ? പ്രശ്നം ക്വയറ്റ് സിമ്പിൾ ആണ്. ബിക്കോസ് 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഔട്ടർ ലൂപ്പും ഫോർ ഐ ഇൻ ഇത് ആൻഡ് ഫോർ ജെ ഇൻ ഇത്. ഓക്കെ, ഫോർ ഐ ഇൻ റേഞ്ച് സംതിങ് ആൻഡ് അതിൻ്റെ ഉള്ളില് ഫോർ ജെ ഇൻ റേഞ്ച് ഇതും. ഓക്കെ, ഫസ്റ്റ് ഒരു ഔട്ടർ ലൂപ്പ് ആൻഡ് അതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ ലൂപ്പ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി ഈക്വൽ ടു ബിഗ് O ഓഫ് n സ്ക്വയർ ആണ്. ഏതൊരു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ, ലൈക്ക് ബിഗ് O നൊട്ടേഷൻ വീഡിയോ പറഞ്ഞ പോലെ. അപ്പോ ഇത് മനസ്സിലായില്ലേ? ഇപ്പൊ n സ്ക്വയർ ഇസ് എ വെരി ബാഡ് തിങ്. അത്രയ്ക്കൊന്നും ടൈം കോംപ്ലക്സിറ്റി പാടില്ല, അല്ല ആവാൻ പാടില്ല. നമ്മൾ ഇനി ഒരു എഫിഷ്യന്റ് ആയ ഒരു കോഡ് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈ ഒരു പരിപാടി ഒഴിവാക്കാൻ, 2 ലൈക്ക് ഔട്ടർ ലൂപ്പ് ആൻഡ് ഇന്നർ ലൂപ്പ് പരിപാടി ഒഴിവാക്കാൻ. അപ്പോ അതാണ് ഈ കോഡിന്റെ പ്രശ്നം. ഇൻഎഫിഷ്യന്റ് ആണ്. ഇതാണ് അതിന് ടൈം കോംപ്ലക്സിറ്റി വിച്ച് ഇസ് ബാഡ്. ആൻഡ് ഓൾ റൈറ്റ്, അത് അങ്ങനെ ഒരു കാര്യം. ഇനിയിപ്പോ അതിന്റെ ബെറ്റർ വേ കണ്ടുപിടിക്കണം. ബെറ്റർ വേ എന്താ വെച്ചാ, സെക്കൻഡ്, അപ്പോഴാണ് സ്ലൈഡിംഗ് വിൻഡോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. സ്ലൈഡിംഗ് വിൻഡോ. ഓക്കെ, സ്ലൈഡിംഗ് വിൻഡോ നമ്മൾക്ക് ബിഗ് O ഓഫ് n സമയത്ത്, ഐ മീൻ n ടൈം കോംപ്ലക്സിറ്റിയിൽ തരും ആൻസർ. കമ്പയർ ടു മുന്നത്തെ മെത്തഡ് വിച്ച് ഗിവ്സ് us in O ഓഫ് n സ്ക്വയർ. ഇത് O ഓഫ് n ൽ തന്നെ കിട്ടും. ഓക്കെ, സോ എ ബി സി CBB. ഓക്കെ, ഇതില് എങ്ങനെ സ്ലൈഡിംഗ് വിൻഡോ തുടങ്ങുക വെച്ചാ, ഓക്കെ, സോ സ്ലൈഡിംഗ് വിൻഡോ ടൈം കോംപ്ലക്സിറ്റി ഈസ് ഓഫ് n. സ്ലൈഡിംഗ് വിൻഡോ ആ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഒരു വിൻഡോ ആൻഡ് ആ സ്ലൈഡിംഗ് പാർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. വേറെ നമ്മൾ സ്ലൈഡിംഗ് എന്ന് പറയുമ്പോൾ സോ ഇത് ഒരു വിൻഡോ ആണ്, എ മാത്രം. പിന്നുള്ള വിൻഡോ ഇതാണ് AB AC. ഓക്കെ,
അതേപോലെ അങ്ങനെ ലൈക്ക് ഓരോ വിൻഡോയിലും നമ്മൾ ഇത്ര എലമെന്റ്സ് ചെക്ക് ചെയ്യണമെന്ന്. അപ്പൊ ഈ അതിന്റെ അർത്ഥം എങ്ങനെ പറയുക? ഓക്കെ, സോ ഇവിടെ നമ്മൾ എൽ കൊടുക്കണം ആൻഡ് ഇവിടെ നമ്മൾ ആർന്ന് കൊടുക്കണം. ഈ എല്ലും ആറും ഇവിടെ കൊടുക്കണതിന്റെ അർത്ഥം ഇത് 0 1 2 3 ഓരോരോ ഇൻഡൈസസ് ആണ് ഇതിന്. അപ്പോൾ നമ്മൾ ആദ്യം എൽ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ആർ ഇസ് ഈക്വൽ ടു 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്നു. എല്ലും ആറും പറയുന്നത് ലെഫ്റ്റും റൈറ്റും, ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും രണ്ടും നമ്മൾ 0th ഇൻഡെക്സിക്ക് പോയിന്റ് ചെയ്യും. അപ്പൊ ഇത് കേട്ടി ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ വിൻഡോ സൈസ് ഇൻക്രീസ് ചെയ്ത് പോകും. അതാണ് മെയിൻ കോൺസെപ്റ്റ്. വിൻഡോ സൈസ് ഇൻക്രീസ് ചെയ്യുക പറയുമ്പോൾ ജസ്റ്റ് ഈ ആറിനെ പിടിച്ച് ഇങ്ങോട്ടാക്കിയാൽ പോരെ. അത് കോഡ് ലാംഗ്വേജിൽ പറയുമ്പോൾ ആറ് പ്ലസ് ഈക്വൽ ടു 1 ചെയ്താൽ ആറ് ഫസ്റ്റ് ഇൻഡെക്സിക്ക് വന്നു, റൈറ്റ്? ഇപ്പൊ വിൻഡോ സൈസ് ഇൻക്രീസ് ആയി. വിൻഡോ സൈസ് ഇവിടെ ഇൻക്രീസ് ചെയ്തു. സോ ഓക്കെ, ഈ വിൻഡോ സൈസ് ഇൻക്രീസ് ചെയ്യണം മുന്നേ തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ മാക്സ് ലെങ്ത്. ആദ്യം നമ്മൾ മാക്സ് ലെങ്ത് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. ഇതിന്റെ മുന്നേ ഒരു സംഭവം കൂടി ഉണ്ട്. ഓക്കെ, മാക്സ് ലെങ്ത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം ടു 0. ഓൾ റൈറ്റ്. ഓക്കെ, വിൻഡോ സൈസ് ഇൻക്രീസ് ചെയ്യണം, പിന്നെ മാക്സ് ലെങ്ത് ഇനീഷ്യലൈസ് ചെയ്യണം. ഇപ്പൊ വിൻഡോ സൈസ് ഐ ഗസ് 0 ആണ്, അല്ല 1 ആണ്. എങ്ങനെ വിൻഡോ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വിൻഡോ സൈസ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് എൽ പ്ലസ് 1. ഓക്കെ, ഇപ്പോഴുള്ള എക്സാമ്പിളിൽ ഇപ്പൊ ആറും എല്ലും 0 ആണ്. സോ ഇത് 0 0 ആൻഡ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 0 മൈനസ് 0 പ്ലസ് 1 ഈക്വൽ ടു 1. ഇപ്പൊ വിൻഡോ സൈസ് 1 ആണ്. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, വിൻഡോ സൈസ് 1 ആവുമ്പോൾ മാക്സ് ലെങ്ത് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ക്യാരക്ടർ ആണല്ലോ, എ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ മാക്സ് ലെങ്ത് ഇപ്പോ 1 ആണ്. ഓക്കെ, നൗ നമ്മൾ വിൻഡോ സൈസ് ഇൻക്രീസ് ചെയ്യണം. വിൻഡോ സൈസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുക? ആർ പ്ലസ് ഈക്വൽ ടു 1 യൂസ് ചെയ്താൽ വിൻഡോ സൈസ് ഇൻക്രീസ് ആവും. സോ ആറ് ഇപ്പോൾ ഇവിടേക്ക് വന്നു. ഓക്കെ, ആറ് ഇവിടേക്ക് വന്ന ശേഷം വിൻഡോ സൈസ് എന്തായി? വിൻഡോ സൈസ് ഇപ്പോൾ 2 ആയി. അതിന്റെ ഫോർമുല എഴുതി വെക്കാം. വിൻഡോ സൈസ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് എൽ പ്ലസ് 1. ആർ 1 ആണ്, എൽ 0 ആണ്. ആർ 1 മൈനസ് എൽ പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 2. ഓൾ റൈറ്റ്, വിൻഡോ സൈസ് 2 ആയി. മാക്സ് ലെങ്ത് ചേഞ്ച് ആവും ബിക്കോസ് എ ബിയിൽ റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. സോ ഇത് ചേഞ്ച് ആയി 2 ആയി. അതേപോലെ ഇനിയും ഈ ഒരു കോഡ് റിപ്പീറ്റ് ആവും. ആർ പ്ലസ് ഈക്വൽ ടു 1. ആറ് ഇവിടേക്ക് വരുന്നു, ആറ് ഇവിടേക്ക് എത്തി. റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് ഇല്ല. മാക്സ് ലെങ്ത് ഇനിയും കൂടി 3. ഓക്കെ, ഇനിയാണ് പ്രശ്നം വരാൻ പോകുന്നത്. ബിക്കോസ് ഇനിയാണ് നമ്മൾ ഒരു റിപ്പീറ്റിംഗ് ക്യാരക്ടറിനെ എൻകൗണ്ടർ ചെയ്യാൻ പോകണം. ഈ ആറ് ലൈക്ക് 0 1 2 സെക്കൻഡ് ഇൻഡൈസിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇനി ഈ കോഡ് റൺ ആവണം. അത് റൺ ആവുമ്പോൾ ആറ് ഇവിടേക്ക് എത്തി. ഓക്കെ, ആറ് ഇവിടേക്ക് എത്തിയപ്പോ വിൻഡോ സൈസ് ഇപ്പോ എത്ര? 3 മൈനസ് 0 പ്ലസ് 1 4 ആയി. വിൻഡോ സൈസ് 4 എ ബി സി എയില് റിപ്പീറ്റിംഗ് ക്യാരക്ടർ ഉണ്ട്, വിച്ച് ഇസ് ഇത് രണ്ടെണ്ണം എ. അപ്പോ എന്ത് ചെയ്യണം വെച്ചാ നമ്മളൊരു സിമ്പിൾ ആയിട്ട് പറയുക, ഈ വിൻഡോയില് ലൈക്ക് എ ബി സി എന്ന വിൻഡോ കറക്റ്റ് ആണ്, ബട്ട് എ ബി സി എ എന്ന വിൻഡോ റോങ് ആണ്. അത് സിമ്പിൾ ലോജിക് ആണല്ലോ. അപ്പൊ നമ്മൾ ആ വിൻഡോയെ വിടണം. ഓക്കെ, എല്ല് നമ്മളപ്പോ മാറ്റിയിട്ട് ഇവിടേക്ക് ഇടുക, അടുത്ത വിൻഡോക്ക് ചാടുക. ഫൈൻ.
അടുത്ത വിൻഡോയ്ക്ക് ചാടുമ്പോൾ എന്താവും? ബി തൊട്ടാണ് ഇനി വിൻഡോ തുടങ്ങുക. ബി സി എ കറക്റ്റ് ആണ്. മാക്സ് ലെങ്ത് 3 തന്നെയാണ്. അപ്പൊ അതിനൊരു മാറ്റവും മാക്സ് ലെങ്ത് ഇതാണ് മാക്സ് ലെങ്ത് 3 തന്നെ, അതിനൊരു മാറ്റവും ഓക്കെ. സോ എന്തായി ഇനി? അപ്പൊ ഈ കോഡ് റൺ ആവും. മനസ്സിലായില്ലേ? ജസ്റ്റ് ആദ്യത്തെ വിൻഡോ നോക്കുക. എ തൊട്ടുള്ള വിൻഡോ, എയില് വിൻഡോ ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ടാവും ഇവിടുന്ന്. നമ്മൾ മെല്ലെ മെല്ലെ ആ വിൻഡോ സ്ലൈഡ് ചെയ്ത് പോയിട്ട് ബിക്ക് എത്തി. മാക്സ് ലെങ്ത് 2 ആയി. വിൻഡോ ഇനിയും ഓപ്പൺ ചെയ്യണു, മാക്സ് ലെങ്ത് 3 ആയി. ബട്ട് വിൻഡോ ഇനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 4 എത്തുമ്പോൾ പ്രശ്നം, റിപ്പീറ്റിംഗ് ക്യാരക്ടർ വന്നു. എ എയും റിപ്പീറ്റിംഗ് ക്യാരക്ടർ വന്നു. അപ്പോ വിൻഡോ നമ്മൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്യണ പകരം ഇവിടുന്ന് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതാണ് ഇപ്പൊ നടന്നത്. സോ ഇനിയിപ്പോ ഇവിടുന്നാണ് വിൻഡോ ഓപ്പൺ ചെയ്യാൻ പോണത്. അപ്പൊ അല്ലെങ്കിൽ എവിടെയാണ് ഇനിയിപ്പോ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യേണ്ട അർത്ഥം ഈ എല്ല് നമ്മൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ എല്ല് നമ്മൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് വിൻഡോ ഇവിടുന്നാണല്ലോ ഇനി ഓപ്പൺ ചെയ്യുക. അത്രേ ഉള്ളൂ. സോ ഇപ്പൊ 6 ഇവിടെയാണ് കിടക്കണം, എല്ല് ഇവിടെ. 6 ഇനി ഷിഫ്റ്റ് ആയിട്ട് ഇവിടേക്ക് എത്തി. പ്രശ്നം ഇനിയും വന്നു. ഇത് റിപ്പീറ്റിംഗ് ക്യാരക്ടർ വന്നു. അപ്പൊ മനസ്സിലായി ഈ വിൻഡോയിലും മാക്സ് ലെങ്ത് 3 വരെ ഉള്ളൂ. ഓക്കെ, എ ബി, ഓക്കെ ഇങ്ങനെയല്ല, എ ബി സി, ബിയും കൂടിയും വരുമ്പോ റിപ്പീറ്റിംഗ് ക്യാരക്ടർ എത്തി. അപ്പൊ അത് ഇനി മാറ്റണം. അപ്പൊ എന്ത് ചെയ്യും? ഇത് എൽ ഇവിടെ മാറ്റിയിട്ട് വിൻഡോ ഇവിടുന്ന് തുടങ്ങട്ടെ. ഓക്കെ, 6 ഇവിടുന്ന് ഷിഫ്റ്റ് ആവും. 6 ഇവിടേക്ക് എത്തി. പിന്നെയും പ്രശ്നം വന്നു. എന്തായി? വിൻഡോ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോ റിപ്പീറ്റിംഗ് ക്യാരക്ടർ ഫൈൻഡ് ചെയ്തു. സോ എൽ ഇവിടുന്ന് ഷിഫ്റ്റ് ആവാം. ഓക്കെ, എൽ ഇവിടുന്ന് ഷിഫ്റ്റ് ആയ ശേഷം എൽ എവിടെ തുടങ്ങുക? ഓക്കെ, എൽ ഇവിടേക്ക് എത്തി. 6 ഇപ്പോഴും ഇവിടെയാണ്. ഈ വിൻഡോന് പ്രശ്നമില്ല. എ ബി സി എന്ന വിൻഡോന് ഒരു പ്രശ്നവുമില്ല, റിപ്പീറ്റിംഗ് ക്യാരക്ടർ ഇല്ല. ബട്ട് 6 ഇവിടേക്ക് എത്തിയപ്പോ പ്രശ്നം വന്നു. ഇത് രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾക്ക് തോന്നും എല്ല് ഇവിടേക്ക് ആക്കിയ പോരെയെന്ന്. അല്ല, എല്ല് അവിടേക്കല്ല ആക്കണ്ടത്. അതാണ് മെയിൻ പോയിന്റ്. ഇപ്പുള്ള സെക്കൻഡ്, ഇപ്പൊ എല്ല് ഇവിടെയാണ് ആൻഡ് 6 ഇവിടെയാണ്, റൈറ്റ്? ഈ L2 6 വിൻഡോയില് റിപ്പീറ്റിംഗ് ക്യാരക്ടർ ഫൈൻഡ് ചെയ്തു. ഇനി എല്ല് ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഇവിടേക്കാണ്. ലോജിക്കലി ആലോചിച്ച് നോക്ക്. എല്ല് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ കാര്യം? നമുക്ക് അറിയാമല്ലോ ഇവിടെ എന്തായാലും മിസ്മാച്ച് ഉണ്ട് എന്ന്. സോ ഈ ഒരു വിൻഡോ തെറ്റാണെന്ന് അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാം. ഐ ഗസ് ഈ വിൻഡോ തെറ്റാണെന്നല്ല, ഇവിടെ എത്തുമ്പോൾ തെറ്റാണെന്ന് അറിയാം. സോ എല്ല് ഇവിടെ ആക്കണ പകരം എല്ല് ഡയറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ പോരെ, അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ എല്ല് ഇവിടേക്ക് വന്നു. ആൻഡ് 6 ഇവിടുന്ന് പോയിട്ട് ഇവിടേക്ക് എത്തി. ഇതെന്തായി? ഓക്കെ, ഇത് നോൺ റിപ്പീറ്റിംഗ് ആണ്. സോ എല്ല് ഇവിടുന്ന് മാറിയിട്ട് ഇവിടേക്ക് എത്തി, റിപ്പീറ്റിംഗ് ആയി. ഇപ്പൊ റിപ്പീറ്റിംഗ് വന്നു. അപ്പൊ എന്തായി? എല്ല് ഇവിടുന്ന് ചാടിയിട്ട് ഇവിടേക്ക് എത്തി. ഇനിയിപ്പോ സ്ട്രിങ് ഇല്ല കണ്ടിന്യൂ ചെയ്യാൻ. സോ അതോടെ എൻഡ് ചെയ്തു. ഓക്കെ, സോ മാക്സ് ലെങ്ത് 3 തന്നെയാണ് നിൽക്കുന്നത്. ഈവൻ ദോ സി ബി ഒക്കെ ഉണ്ടെങ്കിലും കൂടി, സി ബി ലൈക്ക് 2 ആണ് മാക്സ് ലെങ്ത്. സോ അതവിടെ നിന്നു. സോ മാക്സ് ലെങ്ത് ഇപ്പൊ പറഞ്ഞ എല്ലാ സംഭവവും കോഡ് ലാംഗ്വേജിലേക്ക് ആക്കണം. സോ ഇത് റോങ് വേ ആണ്. n സ്ക്വയർ ആണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി. അതെങ്ങനെ മനസ്സിലായി? 2 ഔട്ടർ ലൂപ്പും ഉണ്ട്, ഇന്നർ ലൂപ്പും ഉണ്ട്, 2 ഫോർ ലൂപ്പ്. സോ n സ്ക്വയർ തന്നെ ആവും. ഫസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, ഇനി റൈറ്റ് വേ. റൈറ്റ് വേ എങ്ങനെയാ വെച്ചാ നമ്മൾ യൂസ് ചെയ്യണത് എന്താണ്? സ്ലൈഡിംഗ് വിൻഡോ. ഓക്കെ, സ്ലൈഡിംഗ് വിൻഡോ ആണ് നമ്മൾ യൂസ് ചെയ്യണം. ഇതില് ആദ്യം നമ്മൾക്ക് ഇൻപുട്ട് ആയിട്ട് കിട്ടും ഒരു ABC CDD. ഓക്കെ, ഇൻപുട്ട് ആയിട്ട് ഒരു സ്ട്രിങ് കിട്ടണം. ഇൻപുട്ടായി കിട്ടുന്ന സ്ട്രിങ് അത്
നമുക്കറിയാം മറ്റേ ആ ഡ്രോയിങ്സ് എന്നൊക്കെ മനസ്സിലായി ഒരു മാക്സ് ലെങ്ത് ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാം. മാക്സ് ലെങ്ത് ഈക്വൽ ടു 0. ഫൈൻ. അത് ഒരു സെക്കൻഡ് അത് തിരിച്ചു കൊണ്ടുപോകാം. ഓക്കെ, റൈറ്റ്. ഇനി ഉണ്ട് പോകും. ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, മാക്സ് ലെങ്ത് നമ്മൾക്ക് ഇനീഷ്യലൈസ് ചെയ്യണം ടു 0. അത് നമ്മൾ ചെയ്തു. ആൻഡ് എല് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. എല്ലെന്നും കൂടി വേണ്ട, ലെഫ്റ്റ് തന്നെ എടുക്കാം. ലെഫ്റ്റ് നമുക്ക് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. റൈറ്റ് ഈക്വൽ ടു 0. ഓക്കെ, നൗ വാട്ട്? ലെഫ്റ്റ് ചെയ്തു, റൈറ്റ് ചെയ്തു, മാക്സ് ലെങ്ത് ചെയ്തു. ലെങ്ത് വേണ്ട, അത് പിന്നെ ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമ്മൾ ഒരു ലൂപ്പ് റൺ ചെയ്യാൻ പോവാണ്, വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പില് ആർ ലെസർ ദാൻ ലെങ്ത് ഓഫ് എസ്. ഈ ലൈൻ ഓഫ് കോഡിന്റെ അർത്ഥം എന്താണ്? ലൈക്ക് റൈറ്റ് പോയിന്റർ ഏതാണോ, ഈ പോയിന്റർ ഇല്ലേ, ഈ റൈറ്റ്, ഇത് ഇവിടുന്ന് ഇതുവരെ എത്താൻ പാടുള്ളൂ. ലൈക്ക് ലെങ്ത് ഓഫ് സ്ട്രിങ് വരെ എത്താൻ പാടുള്ളൂ. ഫുൾ ലെങ്ത് ഓഫ് സ്ട്രിങ് 9, ഐ ഗസ്. ഓക്കെ, സോ 8 വരെ, 0 to 8 ആണ് ആറിന്റെ റേഞ്ച്. അതിനുശേഷം പോയി കഴിഞ്ഞ കാര്യമില്ല, ബിക്കോസ് സ്ട്രിങ് അവസാനിച്ചു. ഈ 0 to 8 പറയണത് 0 to 8 വരെ കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഇത് വന്നത്. ഓക്കെ, സോ ആറല്ല, റൈറ്റ് ആണ്. റൈറ്റ് ഇസ് ലെസർ ദാൻ ലെങ്ത് എസ് ശേഷം നമ്മൾ എന്താ ചെയ്യുക? ആറിനെ നമ്മൾ കൂട്ടി കൂട്ടി പോണം. ആറിനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൂട്ടി കൂട്ടി പോകണ്ടല്ലോ. ആദ്യം 0 ആയിരുന്നു, ഇത് ഈ കോഡ് തന്നെയാണ്. ആദ്യം 0 ആയിരുന്നു, 1 ആയി, 2 ആയി, അങ്ങനെ 6 കൂടുന്നു. 6 കൂടുമ്പോ ഓക്കെ, വെയിറ്റ് ചെയ്യും. 6 കൂടിയ ശേഷം നമ്മൾ ചെക്ക് ചെയ്യണം വെദർ ഈ വിൻഡോ സൈസ്, ഇതൊരു സ്ട്രിങ് ആണല്ലോ, സ്ട്രിങ്. ഓക്കെ, ലൈക്ക് ഇപ്പോ ആദ്യത്തെ കേസിൽ എ ബി സിയില് എൽ ഇവിടെ ആവും. ആൻഡ് ലെറ്റ്സ് സേ 6 ഇവിടുന്ന് പോയി ഇങ്ങോട്ട് എത്തി, അതും പോയി ഇവിടേക്ക് എത്തി. ബിക്കോസ് റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടില്ല, എ ബി സിയിൽ റിപ്പീറ്റിംഗ് ക്യാരക്ടർ ഇല്ല. സോ 6 പോയിക്കൊണ്ടിരിക്കും. സോ ഇതിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. ഈ റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് ഇല്ലാത്തതിന്റെ ലെങ്ത്, അത് ജസ്റ്റ് വിൻഡോ സൈസ് ആണ് ഈ സംഭവം. അത് മനസ്സിലാവും, ഇത് അടിച്ച മനസ്സിലാവും. ഓക്കെ, സോ സ്ട്രിങ്ങിന്റെ ലെങ്ത്, ഓക്കെ, സബ്സ്ട്രിങ്ങിന്റെ ലെങ്ത്, സബ്സ്ട്രിങ് സബ് str length is equal to what? Right minus left plus 1. ഇതാണ് സബ്സ്ട്രിങ്ങിന്റെ ലെങ്ത്. ഓക്കെ, ഇനി നമ്മൾ 6 ഇൻക്രീസ് ചെയ്ത് പോകണം, സബ്സ്ട്രിങ് ലെങ്ത് ചെക്ക് ചെയ്യണം. ആൻഡ് മാക്സ് ലെങ്ത് വിൽ ബി മാക്സ് ഓഫ് ഏതെങ്കിലും ഈ ഞാൻ ഇപ്പൊ പറയണ 2 എലമെന്റ്സിന്റെ മാക്സ് ഏത് കൂടുതലാവും മാക്സ് ലെങ്ത് ആയി സെറ്റ് ആവുക. സോ സബ്സ്ട്രിങ്ങിന്റെ ലെങ്ത് പുതിയ വിൻഡോ സൈസിന്റെ ലെങ്ത് അല്ലെങ്കിൽ മാക്സ് ലെങ്ത് ഇറ്റ്സെൽഫ്. അതെങ്ങനെ? ഇപ്പൊ അല്ലെങ്കിൽ ഉള്ള മാക്സ് ലെങ്ത് ആണോ, അല്ലെങ്കിൽ ഓക്കെ, സബ്സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണോ മാക്സ് ലെങ്ത് ആണോ കൂടുതലെന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് അത് നമ്മൾ മാക്സ് ലെങ്ത് ആയി സെറ്റ് ചെയ്യുക. ഫൈൻ. ഓക്കെ, സോ ഇനി പ്രശ്നങ്ങൾ വരുന്ന സ്റ്റേജ് ഓക്കെ, ഇതൊക്കെ ഒന്ന് മാറ്റണം. ഒരു സെക്കൻഡ്, ഇതിങ്ങനെ ചെയ്യണം. ഡിലീറ്റ് ഫിൽ കണ്ടിന്യൂ. ഓക്കെ, എ ബി സി സി ബി ബി. ഓക്കെ, ഇതുവരെയുള്ള ഇതില് നമ്മൾ എൽ ഇവിടെ ആയിരുന്നു, 6 ഇവിടെ എത്തിയിട്ടുണ്ടാകും. 6 ഇവിടെ ആയിരുന്നു,
ഇവിടെ നിന്നൊക്കെ പോയി ആർ പ്ലസ് ഈക്വൽ ലൈക്ക് ഈ ഒരു ലൈൻ ഓഫ് കോഡില് ആർ ഇവിടുന്ന് പോയി ഇവിടേക്ക് എത്തി, ഇവിടുന്ന് പോയി ഇവിടേക്ക് എത്തി, ഇനി ആർ ഇവിടേക്ക് എത്തി. ഓക്കെ, ഇനിയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് വെദർ റിപ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടോന്ന്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജിലും ചെക്ക് ചെയ്യണം. ഇപ്പോ ബിയിലെത്തിയാലും നമ്മൾ ചെക്ക് ചെയ്യണം മുന്നേ എവിടെയെങ്കിലും ബി കണ്ടിട്ടുണ്ടോ. സിയിലെത്തിയാലും ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇപ്പോ ചെക്ക് ചെയ്യേണ്ട സമയമായതുകൊണ്ട് ഇനിയാണ് ആ കോഡ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്, ഇപ്പൊ എങ്ങനെ ചെക്ക് ചെയ്യാം? ഇപ്പൊ ചെക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതൊക്കെ എലമെന്റ്സ് എത്തിയിട്ടുണ്ടോ അതൊക്കെ എന്തിലെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ. അതിനാണ് നമ്മൾ ഒരു പുതിയൊരു സംഭവം യൂസ് ചെയ്യുക, ഹാഷ് മാപ്പ്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഒരു ഹാഷ് എന്ന ഒരു വേരിയബിൾ, റിമെമ്പർ ഇത് ഹാഷ് എനിക്ക് തോന്നുന്നു സം കൈൻഡ് ഓഫ് ഇൻബിൽട്ട് സംഭവമാണ്, അത് തന്നെ യെല്ലോ കളറിൽ. സോ ഒരു അണ്ടർസ്കോർ ഇടുക. ഹാഷ് എന്നൊരു ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡിക്ഷണറിയാണ് ഈ സംഭവം. ഇതെങ്ങനെ ഇപ്പൊ ഒരു ഡിക്ഷണറിയാണ് മനസ്സിലായി. എന്തിന്റെങ്കിലും ടൈപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ, ഇതിന്റെ ടൈപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് പ്രിന്റ് ടൈപ്പ്. നോക്കുക, യെല്ലോ കളറായി, അത് ഇൻബിൽട്ട് ഫംഗ്ഷൻ ആണ്. ടൈപ്പ് കണ്ടുപിടിക്കണം നമ്മൾ. സോ ഹാഷ് ഫൈൻ, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാം. അടിക്ക് എന്നിട്ട് DICT ഡിക്ഷണറിയാണ് ഈ ഹാഷ് എന്ന വേരിയബിളിന്റെ ടൈപ്പ്. ഇപ്പൊ എന്താണ് ഡിക്ഷണറി? ഡിക്ഷണറി എന്താണ്, സെറ്റ് എന്താ, ലിസ്റ്റ് എന്താന്ന് നിനക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് സിംപ്ലി പറയുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഡിക്ഷണറി ഇസ് ലൈക്ക് ഒരു കേളി ബ്രാക്കറ്റ് ആൻഡ് ഒരു കീ ഉണ്ടാവും, അതിന് കോളൻ ഒരു വാല്യൂ, പിന്നെ ഒരു കോമ, അടുത്ത കീ. സോ ഇത് കീ 1 ആണെങ്കിൽ കീ 2 ആൻഡ് വാല്യൂ 2. ഓൾറൈറ്റ്, ഇതാണ് ഒരു ഡിക്ഷണറി, ഒരു എക്സാമ്പിൾ. ഇതിന്റെ ഒരു റിയൽ കേസ് സിനാരിയോ പറയുമ്പോൾ ലെറ്റ്സ് സേ 0 എന്നൊരു കീന് ഇത് എന്ത് വേണമെങ്കിലും ആവാം, ഇതൊരു സ്ട്രിങ് ആകാം അല്ലെങ്കിൽ ഇൻറ്റീജർ ആകാം. 0 എന്ന സ്ട്രിങ്ങിന് നമ്മൾ കൊടുക്കണു ലെറ്റ്സ് സേ പെൻ. ഓക്കെ, ആൻഡ് 1 എന്ന കീന് നമ്മൾ കൊടുക്കണു പെൻസിൽ. ഇതൊരു ഡിക്ഷണറിയാണ്. ഇതെന്താ ചെയ്യണത്? ഇത് മാപ്പ് ചെയ്യാണ്. ലൈക്ക് മനസ്സിലായോ? മാപ്പ് ചെയ്യുക മീനിങ് 0 എന്ന ഒരു ലൈക്ക് ഒരു എലമെന്റിന്, ഒരു നമ്പറിന് നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ് 10 എന്ന്. മാപ്പാണ് നമ്മൾ ചെയ്യണത് ഇവിടെ, മാപ്പിംഗ്. ഇപ്പൊ 1 എന്ന ഒരു എലമെന്റിന് നമ്മൾ മാപ്പ് ചെയ്യാണ് ടു എന്ത്, പെൻസിൽ അല്ലേ? അപ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും വേറെ. ഓക്കെ, സോ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്താണ്? ഓക്കെ, അപ്പോ നമ്മൾക്കിപ്പോ ഇതിന് വേറൊരു എക്സാമ്പിൾ കൂടി തരാം. സോ ഇതിന് എക്സാമ്പിൾ ആയി കൊടുക്കുക 0, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, ഹാഷ് ഓഫ് 0 equal to 10 and pencil. ഇതെന്താണ് ഉണ്ടാവുക? ഓക്കെ, പിന്നെ നമ്മളിപ്പോ പ്രിന്റ് ചെയ്യണം ഹാഷ്. നമ്മളിപ്പോ ആ ഡിക്ഷണറി, ഈ ഒരു ഡിക്ഷണറി ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. പൈത്തണിലെ ഡിക്ഷണറി പറയുമ്പോൾ ഇത് തന്നെയാണ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ ഉള്ളിലത്തെ കീ, ഈ കീനുള്ള വാല്യൂ പെന്ന്, 1 എന്ന കീനുള്ള വാല്യൂ പെൻസിൽ. സോ ബേസിക്കലി നമ്മൾ ലൈക്ക് അസേർട്ട് ചെയ്യണത് ദാറ്റ് എവിടെ 0 അതിന്റെ വാല്യൂ പെൻ ആൻഡ് എവിടെ 1 അതിന്റെ വാല്യൂ പെൻസിൽ. ഓക്കെ,
നൗ ഈ കോഡിൽ എവിടെ ഇത് ഉപകാരപ്പെടുക വെച്ചാൽ നമ്മുടെ ഈ സ്ലൈഡിംഗ് വിൻഡോയില് പറയാം, ഇവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി പോകണ്ടല്ലോ. ആറ് കൂട്ടുമ്പോൾ നമ്മൾ ഓരോ തവണ ചെക്ക് ചെയ്യണം ഇത് മുന്നേ കണ്ടുണ്ടോ. ഇപ്പോൾ ഒരു കേസ്, ഒരു സീനറിയോ വരും വേറെ. ഓക്കെ, ഇതൊക്കെ റിമൂവ് ചെയ്യാം. ഡിലീറ്റ് ആൻഡ് ഓക്കെ. ഒരു കേസ് ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു, ABC CBBയില് വേർ ഐ തിങ്ക് L ഇവിടെ വന്നു ആൻഡ് R ഇവിടെ ആയിരുന്നു. ഓക്കെ, L ഇവിടുന്ന് ഓരോ തവണ ഇങ്ങനെ വന്ന് വന്ന് ഇത് കട്ടായി, ഇവിടെ കട്ടായി, ഇവിടെ കട്ടായി, ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആറും ഇവിടുന്ന് ഇത് വന്ന് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത ഐട്രേഷനിൽ 6 ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. റൈറ്റ്, 6 ഇവിടേക്ക് എത്തിയപ്പോ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് എന്താ വെച്ചാൽ L ഇവിടുന്ന് മാറിയിട്ട് ഇവിടേക്കല്ല എത്തേണ്ടത്. ബിക്കോസ് കാര്യമില്ലല്ലോ. എന്താ വെച്ചാ നമ്മൾക്ക് അറിയാം ദാറ്റ് L ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിൻഡോ തുടങ്ങപ്പെടുന്നതാണ്. ബട്ട് ഇവിടെ അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ക്യാരക്ടർ ഉണ്ടല്ലോ, സി, ഈ ഒരു സംഭവം, 2 സികള്. അപ്പോൾ നമുക്ക് L ഇവിടുന്ന് പകരം ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇവിടേക്ക് ഇടണം. മനസ്സിലായോ? എന്താ വെച്ചാൽ ഈ ഒരു വിൻഡോ ഇതോടെ അവസാനിച്ചു. പിന്നെ ഈ Lനെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് ഒരു കാര്യമില്ല. വിൻഡോ ഇവിടുന്ന് തുടങ്ങാം, ഈ ഒരു സീന്ന്. അപ്പൊ ഇത് ഈ ഇവിടുന്ന് തുടങ്ങുക എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ, എവിടുന്ന് തുടങ്ങണം എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഡിക്ഷണറിന്റെ ആവശ്യമുണ്ട്. അതാ ഈ ഡിക്ഷണറി, ആ ഡിക്ഷണറിയാണ് ഈ ഹാഷ് വേരിയബിൾ ഞാൻ കോഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോ പൊസിഷൻസ് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി എവിടെയാണോ ലാസ്റ്റ് ടൈം ആ ഒരു എലമെന്റിനെ കണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കാനാണ് ആ ഡിക്ഷണറി. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് കോഡ് ഫുള്ളായി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ, ഇതാണല്ലേ കാര്യം. ഓക്കെ, സോ ഒരു ഡിക്ഷണറി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. ഇതുപോട്ടെ, ഡിക്ഷണറി ഇനീഷ്യലൈസ് ചെയ്ത ശേഷം ലൂപ്പ് റൺ ചെയ്യണു ടിൽ ദി എൻഡ്. അത് കാരണം റൈറ്റ് ലെസ്സർ ദാൻ ലെങ്ത് ഓഫ് ഇത്. ഇഫ് okay, if s of l left in, ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്, if is in hash and if hash okay okay if s of left in hash ഉണ്ടെങ്കിൽ then നമ്മൾ r-നെ മാറ്റണം to where, സോറി, L-നെ മാറ്റണം. L എങ്ങോട്ട് ഷിഫ്റ്റ് ആവും? ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു ഹാഷിന്റെ ഏതാണോ ആ എലിമെന്റ് കണ്ടുപിടിക്കുക, എസ് ഓഫ് ആർ. ഓക്കെ, സോ ഞാൻ കോഡ് അപ്ഡേറ്റ് ചെയ്തു, ഫുൾ കോഡ് തന്നെ ആക്കി. ഫുൾ സ്ലൈഡിംഗ് വിൻഡോയിലെ കോഡ് തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു പാർട്ട് മാത്രം അല്ല, ഫുൾ സംഭവം ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ആക്കി. അപ്പൊ ഇതാണ് ഇപ്പൊ ആ കോഡ്, സ്ലൈഡിംഗ് വിൻഡോന്റെ കോഡ്. ഇത് ഓക്കെ പറയാം. ഓക്കെ, സോ സ്ലൈഡിംഗ് വിൻഡോയില് L-നെ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ, ഈ ഒരു ഇതില് L-നെ നമ്മൾ ഇവിടേക്ക് പോയിന്റ് ചെയ്തു. ആൻഡ് R, ഈ LR പറയുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് കേട്ടോ, R-നെ നമ്മൾ ഇവിടേക്കും പോയിന്റ് ചെയ്തു. റൈറ്റ്, മാക്സ് ലെങ്ത് 0 ആണ് ആൻഡ് ഹാഷ് ഇപ്പൊ എം ടി ആണ്. ഹാഷ് എന്ന ഡിക്ഷണറി എം ടി ആണ്. പിന്നെ ഈ ലൂപ്പിക്ക് ചാടി വൈൽ ആർ ഇസ് ലെസർ ദാൻ എസ്. ഇത് എത്രയാണ്? എൽ ഓഫ് എസ് എത്രയാണ്? ലെങ്ത് ഓഫ് എസ് 3 + 3 + 3 9. സോ ലെങ്ത് ഓഫ് എസ് എന്ന സ്ട്രിങ് ഇസ് 9. ആറ് ഇപ്പൊ കിടക്കണത് 0-ലാണ്. സോ ലൂപ്പിന്റെ ഉള്ളിൽ കയറി. ഇനി സ്ട്രിങ്ങിന്റെ ഉള്ളില് ആർ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ, സ്ട്രിങ്ങിന്റെ ഉള്ളില് ആർ എന്ന ലെറ്റർ അത് ഹാഷിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ദെൻ ഈ ഒരു ഭാഗം എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഉണ്ടോ? ഹാഷ് ഇപ്പൊ എന്തായാലും എം ടി ആണ്. സോ ഒന്നുമില്ല ഹാഷിന്റെ ഉള്ളിൽ. സോ ആ ഒരു ലെറ്റർ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിപ്പോ എക്സിക്യൂട്ട് ചെയ്യണ്ട.
ഇനി അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് സബ്സ്ട്രിങ്ങിന്റെ ലെങ്ത് ആർ മൈനസ് എൽ പ്ലസ് വൺ. ഇപ്പൊ ആറ് കിടക്കണത് അത് എത്ര നോക്കാം. ഇപ്പൊ ആർ മൈനസ് എൽ പ്ലസ് വണ്ണില് ആറ് കിടക്കണ 0, എല്ലും കിടക്കണ 0, സബ്സ്ട്രിങ്ങിന്റെ ലെങ്ത് 1. അപ്പൊ ഇത് ഇപ്പൊ കിടക്കണത് 1 ആയിട്ടാണ്. ആൻഡ് മാക്സ് ലെങ്ത് പറയുമ്പോൾ സബ്സ്ട്രിങ്ങിന്റെ ലെങ്ത്തും ഓൾറെഡി ഉള്ള മാക്സ് ലെങ്ത്, സബ്സ്ട്രിങ്ങിന്റെ ലെങ്ത് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള മാക്സ് ലെങ്ത് അതിലത്തെ ഏതാണോ ബിഗർ അതാണ് നമ്മൾ മാക്സ് ലെങ്ത് ആയി സെറ്റ് ചെയ്യാൻ പോണം. ഓക്കെ, അപ്പൊ സബ്സ്ട്രിങ്ങിന്റെ ലെങ്ത് ഇപ്പൊ 1 ആണ്. സോ എന്താവും, മാക്സ് ലെങ്ത് നമ്മൾ 1 ആക്കണം. ഫൈൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഹാഷിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോവാണ്. അതാണ് ഈ ലൈൻ ഓഫ് കോഡ്. ഹാഷിന്റെ ഉള്ളിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുക? ഇനി ഹാഷ് ആകാൻ പോണത് എസ് ഓഫ് ആർ. സോ ഈ എസ് ഓഫ് ആർ പറയണത് ഓർത്ത് വെച്ചാൽ മതി, എ ആവുമല്ലോ ഇപ്പോ. ആറ് 0 ആണ്. 0 സ്ട്രിങ് എസ് എന്ന ഇതിന്റെ ഇപ്പോ ഇത് സ്ട്രിങ്, ഫുൾ സ്ട്രിങ്ങിന്റെ ഉള്ളില് 6 ഇവിടെ കിടക്കുകയാണെങ്കിൽ എസ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എ ആണ്. റൈറ്റ് അല്ലെ? എസ് ഓഫ് ആർ എ ആണ്. അത് നമ്മൾ ഹാഷിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യും. അതപ്പോ ആ ഒരു കോഡിന്റെ അർത്ഥം, ഈ ഒരു ലൈനിന്റെ അർത്ഥം. ഓക്കെ, സോ നമ്മൾ സ്റ്റോർ ചെയ്തു 0 corresponds to A is mapped to A. ഓക്കെ, പിന്നെ ആറിന് നമ്മൾ കൂട്ടണം. ആറിന് കൂട്ടിയിട്ട് 6 ഇവിടെ എത്തി. പിന്നെയും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണു. 6 എന്താണ്, ഇപ്പൊ 6 1ലാണ് ഇരിക്കുന്നത്. 6 1ലായിരിക്കുന്നത്. സോ 6 1 ആയി, ലെസർ ദാൻ 9 ആയി. ഈ ലൂപ്പൊക്കെ ഇനി റൺ ചെയ്തു. അപ്പോ ഇതില് പിന്നെയും ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എസ് ഓഫ് ആർ എന്താണ്, ഒരു സെക്കൻഡ്. ഇപ്പൊ എസ് ഓഫ് ആർ ഇതാണ്. ഇപ്പൊ എസ് ഓഫ് ആർ ഇസ് ബി. മനസ്സിലായോ? എന്താ വെച്ചാ 6 പോയിന്റ് ചെയ്യണ ബിക്കാണ്. സോ സ്ട്രിങ്ങിന്റെ 6th ഇൻഡെക്സിൽ ബി ആണ് കിടക്കുന്നത്. അത് അവര് പറയണത് ഇതിലുണ്ടോന്ന്, ഹാഷിലുണ്ടോന്ന്. ബി എന്ന സംഭവം ഹാഷിൽ ഇല്ല. അപ്പോ ഈ ഒരു ഇത് എക്സിക്യൂട്ട് ചെയ്യണ്ട, ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണ്ട. സബ്സ്ട്രിങ്ങിന്റെ ലെങ്ത് ആർ മൈനസ് എൽ പ്ലസ് 1 എന്ന്. 6 ഇപ്പൊ 1ലാണ് കിടക്കണേ, എല് 0. സോ ലെങ്ത് ഇസ് ബേസിക്കലി ഈക്വൽ ടു 2. സോ ഇത് മാറിയിട്ട് ഇപ്പോ 2ക്ക് എത്തി. മാക്സ് ലെങ്ത്തും അതേപോലെ മനസ്സിലായിണ്ടാവും. ഓൾറെഡി ഉള്ള മാക്സ് ലെങ്ത് 1 ആണ്. ആൻഡ് ഇപ്പോഴത്തെ മാക്സ് ലെങ്ത് 2. സോ മാക്സ് ലെങ്ത് 2 ആയി. അങ്ങനെ അതിനുശേഷം ഇപ്പോ മാക്സ് ലെങ്ത് 2 ആയി. പിന്നെ ഇതാണ് ആഡ് ചെയ്യാനുള്ള കോഡ്, ഹാഷിക്ക് ആഡ് ചെയ്യാനുള്ള കോഡ്, പുതിയ ലെറ്റർ. സോ പുതിയ ലെറ്റർ ബി ആണല്ലോ, അത് നമ്മൾ ഹാഷിക്ക് ആഡ് ചെയ്യുന്നു. സോ ഇനിയിപ്പോ ഹാഷ് ആകാൻ പോണത് 0 അല്ലെങ്കിൽ ഉണ്ടാവും കറസ്പോണ്ടിങ് ടു എ. ബി 1 is corresponding to mapped to B. Okay, 1 mapped to B, A to 0. Okay, ഇനി ഇതിപ്പോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 6 ഇവിടേക്ക് എത്തും. 6 ഇവിടേക്ക് എത്തി. സി ഹാഷിലേക്ക് ഇടും. എന്താ വെച്ചാൽ ഹാഷിന്റെ ഉള്ളിൽ സി ഇല്ല, സോ സി ഇടും. അങ്ങനെ അപ്പോ അതൊന്നും ഇപ്പോ ചെയ്തു വെക്കാം. ഇത് പോട്ടെ. ഓക്കെ, എവിടെ എത്തി? അപ്പോ സി ഇട്ടു. സി ഇടട്ടെ. 0 to A, 1 to B and 2 to C. ഹാഷിന്റെ ഉള്ളിൽ ഇപ്പൊ സിയും കയറി. ആൻഡ് 6 അടുത്ത സ്റ്റെപ്പില് ഇവിടുന്ന് പോയി ഇവിടേക്ക് എത്തി. ഇതായി 6. പിന്നെ ഒരു പ്രശ്നമുണ്ട്. ബൈ ദ വേ, മാക്സ് ലെങ്ത്തും കൂടി ബിക്കോസ് എ ബി സി എത്തി. സോ
മാക്സ് ലെങ്ത് ഇസ് നൗ 3, സബ്സ്ട്രിങ് ലെങ്ത്തും 3 ആയിട്ടുണ്ടാവും. പിന്നെയാണ് സീൻ ആഡ് ചെയ്യുക ആൻഡ് 6 കൂടി ടു എയിലേക്ക് എത്തി. ഇനി എന്താ ഇവിടെ നടക്കണം? ഇപ്പൊ റിപ്പീറ്റിംഗ് ക്യാരക്ടർ ഇനിയാണ് ഫൈൻഡ് ചെയ്യാൻ പോണത്. ഇവിടെ അല്ലെങ്കിൽ ഒരു എ ഉണ്ട്, ഇവിടെ അല്ലെങ്കിൽ ഒരു എന്റെ കോഡ് ലാംഗ്വേജിൽ ഹാഷിൽ അല്ലെങ്കിൽ ഒരു എ ഉണ്ട്. അത് അത് പറ്റില്ല. അപ്പോ ഇത് ഇനി അപ്ലൈ ആവാൻ തുടങ്ങും. ഇഫ് എസ് ഓഫ് ആർ ഇപ്പൊ എന്താണ്, എ ആണ്, ഈക്വൽ ടു എ, ദിസ് തിങ്. എസ് ഓഫ് ആർ ഉണ്ടെങ്കിൽ, ഹാഷിൽ ഉണ്ടെങ്കിൽ, വിച്ച് ഇസ് ദിസ്, ഹാഷിൽ ഉണ്ടെങ്കിൽ then what will happen is if ഇത് വിട്, ഇതിപ്പോ വിടാം, എൽ ഇസ് ഈക്വൽ ടു ഹാഷിന്റെ അത് +1. സോ ഒന്നുമില്ല, ആ കോഡ് ഉദ്ദേശിക്കുന്നത് എൽ ഇവിടെ എത്തി, എൽ ഇങ്ങോട്ടാക്കുക. സോ ഈ മനസ്സിലായില്ലേ, എല്ലിനെ ഇവിടേക്ക് എത്തിച്ചു. അതെങ്ങനെ ലൈക്ക് ഇതെങ്ങനെ മനസ്സിലായില്ലേ, എൽ എങ്ങനെ ഇവിടേക്ക് എത്തിയെന്ന്? ബിക്കോസ് ഈ ഇതെന്താ ഉദ്ദേശിക്കുന്നത് അതൊന്ന് എഴുതി. ഹാഷ് ഓഫ് എസ് ഓഫ് ആർ എന്താണ്? ഹാഷ് ഓഫ് എസ് ഓഫ് ആർ ആലോചിച്ച് നോക്ക്. എസ് ഓഫ് ആർ പറയണത് ഇതാണല്ലോ, ഇതാണല്ലോ എസ് ഓഫ് ആർ, വിച്ച് ഇസ് എ. എ ആണ് എസ് ഓഫ് ആർ. ഹാഷിന്റെ ഉള്ളില് എസ് ഓഫ് ആർ വിച്ച് ഇസ് ദാറ്റ് 0 ആണ്. or else sorry നിക്ക് അതന്നെ 0 ആണ്. യെസ്, 0 തന്നെയാണ്. സോ എന്തായി, നമ്മള് എല്ല് പറയുമ്പോൾ ഇത് +1 ആണ്. സോ എല്ല് ഇപ്പൊ എങ്ങോട്ടാ വരിക? സെക്കൻഡ്, എസ് ഓഫ് ആർ +1 പറയുമ്പോൾ ഇത് കറസ്പോണ്ട്സ് ടു 0 + 1 വിച്ച് ഇസ് എൽ ഇസ് ഈക്വൽ ടു 1. സിമ്പിൾ. സോ എൽ ഇവിടേക്ക് എത്തി, 1 എന്ന പൊസിഷനിലേക്ക് എത്തി. 0-ലായിരുന്നു, 1 എന്ന പൊസിഷനിലേക്ക് എത്തി. സോ ഇപ്പൊ ഇവിടെ 0 1 2 3 സോ ആറ് ഇപ്പൊ ഇവിടെ 3 എത്തി. കുറെ ഇറ്ററേഷൻസ് ശേഷം എൽ 1 ആയി. ഓക്കെ, അതിനുശേഷം പറയുന്നുണ്ട് ദാറ്റ് മാക്സ് ലെങ്ത് വിച്ച് ഇസ് ഓൾ 3 തന്നെയാണ്, അത് ചേഞ്ച് ഇല്ല. സബ്സ്ട്രിങ് ലെങ്ത്തും 3 തന്നെയാണ്. ഇതെന്താണ് ഇനി അപ്ഡേറ്റ് ചെയ്യണം. വേർ ഹാഷിലത്തെ എസ് ഓഫ് ആർ വിച്ച് ഇസ് 0 ആണല്ലോ ഇപ്പൊ ഉള്ളത്, ഈ സംഭവം അത് 6 ആയിട്ട് വെക്കണം. സോ ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ എന്താ ചെയ്തത്, ലൈക്ക് എ ഇപ്പൊ പുതിയൊരു റിപ്പീറ്റിംഗ് എലമെന്റ് കിട്ടിയല്ലോ, ഇനി ഇതാവും പുതിയ നമ്മുടെ ഹാഷിൽ സ്റ്റോർ ചെയ്യേണ്ട സംഭവം. സോ ഇത് ഇവിടുന്ന് മാറിയിട്ട് എ എന്താ കറസ്പോണ്ട് ചെയ്യുക, 0 1 2 ആൻഡ് 3 അല്ലേ? സോ 3 ആയിട്ടാണ് കറസ്പോണ്ട് ചെയ്യുക എന്. ഓൾറൈറ്റ്, ഹാഷ് അപ്ഡേറ്റ് ചെയ്യാണ് നമ്മൾ ഇവിടെ ചെയ്യണത്. ഓക്കെ, ഹാഷ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തു, ഇനി ഇതേ സംഭവം ഇനിയും റിപ്പീറ്റ് ആവും. സോ 6 നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. 6 നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടേക്ക് ഇടണം. അപ്പൊ എന്തായി, 6 അപ്ഡേറ്റ് ചെയ്ത് പിന്നെ വൈൽ ലൂപ്പ് കയറി ഹാഷില് ബി ഉണ്ടോ നോക്കണം. ബി ഉണ്ട്, ഇത് 1 ആയിട്ട് കറസ്പോണ്ടഡ് ആണ്. സോ നമ്മൾ എല്ലിനെ പിന്നെയും ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടേക്ക് ഇടണം. 6നെ പിന്നെ ഇവിടുന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ടാക്കണം. ഇതിന്റെ ഇടയിൽ നമ്മൾ മാക്സ് ലെങ്ത്തും സബ്സ്ട്രിങ് ലെങ്ത് ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് അത് നോക്കണം. ഓക്കെ, ഇതിനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾക്ക് മാക്സ് ലെങ്ത് ലാസ്റ്റ് ഔട്ട്പുട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ സ്ലൈഡിംഗ് വിൻഡോ. ഇപ്പൊ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, അതൊന്നും വിഷയമല്ല, ബിക്കോസ് എനിക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ഇടാം, അതൊന്ന് കണ്ടാൽ മതി, അപ്പൊ തന്നെ എല്ലാം പിടികിട്ടും എന്താ കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ലാസ്റ്റ് എല്ലാം കൂടി കറക്റ്റ് ആയി വരുന്നല്ലോ, 3 ആയിട്ട് വരും. ഇത് ഡിലീറ്റ് ആൻഡ് ഇവിടെ ഓക്കെ ഇതല്ല. ഓക്കെ, ഞാൻ ആ കോഡിക്ക് പോവാം.
ഇത് സ്ലൈഡിംഗ് വിൻഡോന്റെ കോഡ് നമ്മളെല്ലാം ചെയ്ത ശേഷം മാക്സ് ലെങ്ത് പ്രിന്റ് ചെയ്യണം. 4 ആയിട്ടാണ് പ്രിന്റ് ചെയ്യുക ബിക്കോസ് ABCD ആണ് കേട്ടോ. ഓക്കെ, ഡി ഇല്ല വെക്ക്. മറ്റേ എക്സാമ്പിൾ തന്നെ ABC CBB ആണെങ്കിൽ മാക്സ് ലെങ്ത് 3 ആയിട്ട് പ്രിന്റ് ചെയ്യണം. സ്ലൈഡിംഗ് വിൻഡോ യൂസ് ചെയ്തിട്ട് ഇപ്പൊ എന്തുകൊണ്ട് സ്ലൈഡിംഗ് വിൻഡോ? എന്തിനാ ഇപ്പൊ മറ്റേ റോങ് വേ തന്നെ യൂസ് ചെയ്തൂടെ ഈ സംഭവം? റോങ് വേ, ഓക്കെ, റോങ് വേ തന്നെ യൂസ് ചെയ്തൂടെ? എന്താ വെച്ചാൽ റോങ് വേയില് മുന്നേ പറഞ്ഞ പോലെ അത് n സ്ക്വയർ ആണ്, ബിഗോ, മീനിങ് ടൈം കോംപ്ലക്സിറ്റി. പക്ഷെ ഈ കോഡിൽ നീ കണ്ടിട്ടുണ്ടാവും ഒരു വൈൽ ലൂപ്പ് ഇതേ ഉള്ളൂ. ബാക്കി ഇഫ് കണ്ടീഷൻസ് ഒക്കെയാണ്. പക്ഷെ വൈൽ ലൂപ്പ് ഒറ്റ ലൂപ്പേ ഉള്ളൂ. സോ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓഫ് n ആണല്ലോ. എന്താ വെച്ചാൽ ഔട്ടർ ലൂപ്പ് മാത്രമേ ഉള്ളൂ, ഇന്നർ ലൂപ്പ് ഇല്ല. അതുകൊണ്ട് നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ യൂസ് ചെയ്യണം. സ്ലൈഡിംഗ് വിൻഡോ യൂസ് ചെയ്തിട്ട് മാക്സ് ലെങ്ത് ഫൈൻഡ് ചെയ്യണം. മോർ എഫിഷ്യന്റ് ആണ് ബിക്കോസ് ടൈം കോംപ്ലക്സിറ്റി ഇസ് O of n. മറ്റേ സ്ലൈഡിംഗ് വിൻഡോ കോഡ്